ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. കളക്ടർ ജില്ലാ ബി വിഘ്നേശ്വരി ഇത് സംബന്ധിച്ച ഉറപ്പ് കൈമാറി. സോഫിയയുടെ മകൾക്ക് സർക്കാർ ജോലി നൽകാൻ ശുപാർശ ചെയ്യാനും തീരുമാനം. അതേസമയം മൃതദേഹം മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സംഭവസ്ഥലത്തെത്തി നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോസൽ, ഇന്നലെ രാത്രി വൈകി മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെയായിരുന്നു പ്രദേശവാസികളുടെ നിലപാട്. കഴിഞ്ഞ കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 3 പേരുടെ ജീവനാണ് ആനയെടുത്തത് എന്നുള്ള കാര്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു ആ നിലപാടെടുത്തിരുന്നത്. എങ്ങനെ അവരെ സമാശ്വസിപ്പിക്കാൻ കഴിഞ്ഞു കളക്ടർക്ക്? ഇപ്പോൾ പ്രദേശത്തെ സ്ഥിതി എന്താണ്? അന്ന ഇന്നലെ 5:30 വീടിൻ്റെ ലയത്തിന് അടുത്തുള്ള അരുവിയിൽ കുളിക്കാൻ പോയ ഈ സോഫിയ കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതിന് ശേഷം നാട്ടുകാരും ജനപ്രതിനിധികളുമെല്ലാം ആ പ്രദേശത്ത് തടിച്ചുകൂടുകയും ഈ മൃതദേഹം ഇനി ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മൃതദേഹത്തോടുള്ള അനാദരവല്ല ഞങ്ങൾ കാണിക്കുന്നത്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഇനി ഒരു ജീവൻ കൂടി പൊലിയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾ സംഘടിക്കുകയും കളക്ടർ നേരിട്ട് സ്ഥലത്തെത്താതെ ഈ കാര്യത്തിൽ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ജനപ്രതിനിധികളും എല്ലാം എത്തിയത്. അതിനെ തുടർന്ന് ആദ്യം തഹസീൽദാർ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഈ കളക്ടർ വരണം എന്നുള്ള നിലപാടിൽ തന്നെ ജനങ്ങൾ ഉറച്ചു നിന്നു. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് രാത്രി ഏറെ വൈകിയെങ്കിലും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സംഭവ സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് ഇപ്പം പ്രായപൂർത്തിയായിരിക്കുന്നത് മകൾക്ക് സർക്കാർ സർവീസിൽ ജോലി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ നടത്തും എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അവിടെ ഒരു 3 കുടുംബങ്ങളാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത്, അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ഫെൻസിങ്, ട്രെഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഈ മൃതദേഹം മാറ്റാൻ സമ്മതിച്ചിരിക്കുന്നത്. ഇവിടെ രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നത്. ഏതായാലും ഈ വലിയൊരു പ്രതിഷേധം ഉയർന്നു. ഇതിപ്പോൾ നേരത്തെ അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ജീവനുകൾ, ഈ 10 വർഷത്തിനുള്ളിൽ 51 ജീവനുകളാണ് ഇടുക്കി ജില്ലയിൽ മാത്രം പൊലിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വിമലൻ എന്ന് പറയുന്ന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾ മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ ഫയർ ലൈൻ തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വനത്തിലേക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മുള്ളരിങ്ങാട് ഒരു യുവാവ് കൊല്ലപ്പെടുന്നു. അതുപോലെ നിരവധി കാട്ടാന ആക്രമണങ്ങൾ ഈ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് തുടർക്കഥയാകുമ്പോഴാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളും ഉയരുന്നത്. ഇത്തരത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ. ഇതിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് എന്നുള്ള ജനങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. ഈ 20-ലധികം ആനകളാണ് ഈ പ്രദേശത്ത് തമ്പടിക്കുന്നത്. ഈ ആനകളെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ജനങ്ങൾ വിളിച്ചറിയിച്ചാൽ പോലും 1-2 ഉദ്യോഗസ്ഥർ അവിടെ വന്ന് അവിടെ ഇന്നലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ കുടിവെള്ളവും കുടിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതല്ലാതെ അവിടെ ഈ ആനകളെ ഓടിക്കുന്നതിനകത്ത് കൃത്യമായ വീഴ്ച ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വലിയ ആക്ഷേപമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മറയൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത്തരത്തിലാണ് വനംവകുപ്പിന് നിലപാടെങ്കിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ വനംവകുപ്പ് ഓഫീസുകളിലും മുമ്പിലും കുടിൽ കെട്ടി സമരത്തിലേക്ക് CPIM പോകും എന്നുള്ള കാര്യവും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ജീവനും കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അന്ന. ജോസൽ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? അതിൻ്റെ വിവരങ്ങൾ കൂടി വേണം. അന്ന ഒരു 8 മണിയോടുകൂടി ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാകും കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. അന്ന. ജോസൽ, ഈ നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണോ? കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്.
പ്രധാനമായിട്ടും നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അന്ന ഇവിടെ ഈ 3 കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് പ്രധാനമായിട്ടുള്ളത്. ആ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം ആദ്യത്തെ ഒരു ഇതെന്ന നിലയിൽ. അതോടൊപ്പം തന്നെ ഈ മരിച്ചയാളുടെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കണം. ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നത് മകൾക്കാണ്. മകൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി 10 ലക്ഷം രൂപ കുടുംബത്തിന്. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജനങ്ങൾക്ക് തറവല നിശ്ചയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ ജീവന് തറവല പ്രഖ്യാപിക്കുകയല്ല ചെയ്യേണ്ടത്, അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് CV വർഗീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ അവസ്ഥയിലേക്കാണ്, അതായത് ഈ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന രീതിയിലുള്ള ട്രെഞ്ചിങ്, അതുപോലെ തന്നെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗം തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി ഈ ജില്ലയിലെത്തി, ഇടുക്കി ജില്ലയിലെത്തി ഇവിടുത്തെ ജനപ്രതിനിധികളെ കേൾക്കാൻ തയ്യാറാവണം എന്നുള്ളൊരു നിലപാടും CV വർഗീസ് പറയുന്നുണ്ട്. ഏതായാലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന, ശരി. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമായിരിക്കുന്നു. രാത്രി വൈകി മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കളക്ടറുടെ ഉറപ്പിന്മേലാണ് മൃതദേഹം മാറ്റാൻ പ്രദേശവാസികൾ സമ്മതിക്കുന്നത്. ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ 8 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ജോസൽ സെബാസ്റ്റ്യൻ വിവരങ്ങൾ നൽകി.